എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിനി സർക്കിളുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോസ് നമ്മൾ ലോങ് ഐലൻഡ് സിറ്റിയിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബോട്ടോടെ നാളെ എടുക്കും. ഇതൊക്കെ ഇത് കണ്ട ഇപ്പോഴത്തെ പുതിയൊരു ടൂളിപ്സ് ഉണ്ട്, ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ കയറി ഒരു എപ്പോഴും എപ്പോഴും Ask Gemini. I don't want this. Every Gemini comes in there. That's why they update. ലോങ് ഐലൻഡ് സിറ്റിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ മൊത്തം നല്ല ബിൽഡിങ്, ഇതിലൊക്കെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. നമുക്ക് മൻഹാറ്റനിൽ നിന്നും ഇവിടേക്ക് ബോട്ട് റൈഡ്. ഈ ഒരു പാർക്കുണ്ടല്ലോ, മൊത്തം പട്ടിക്ക് വേണ്ടിയിട്ട്, പട്ടികൾക്ക് കളിക്കാനും നടക്കാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പാർക്കാണിത്. ഇവിടെ പട്ടികൾക്ക് വരെ പ്രത്യേകം പാർക്കുണ്ട്. അതുങ്ങൾക്ക് നടക്കാൻ, ചാടാൻ, ഓടാനും ഒക്കെ ഉള്ള സംഭവം. ഇതൊക്കെ എല്ലാം വലിയ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കറങ്ങി നടക്കാനുള്ളതാണ് സ്ഥലം. ഒത്തിരിയും പട്ടിക്കുട്ടികളെ കാണാൻ പറ്റും. നല്ല ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നടക്കാനുള്ളവർക്കും എക്സസൈസ് ചെയ്യാനുള്ളതൊക്കെ ഇതാണ് ലോങ് ഐലൻഡ് സിറ്റി. പണ്ടൊക്കെ ഷിപ്പ് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. പൂക്കൾ വിളിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയായിരുന്നു കാണാൻ. നമ്മളത് ലേറ്റായി, ഇപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. പൂക്കളുടെ സമയം കഴിഞ്ഞു. പൂക്കളെല്ലാം പോയി, ചെറി ബ്ലോസത്തിൻ്റെ പൂക്കളൊക്കെ ഫോൾ ഡൗൺ ആയി. പക്ഷെ എന്നാലും ഈ പാർക്കിലേക്കുള്ള ആൾക്കാരുടെ വരവുണ്ട്. പാർക്ക് ഫുള്ളാണ്. സാറ്റർഡേ ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഓഫ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ എൻജോയ്മെൻറ്റ് ഇതാകുന്നുണ്ട്. രണ്ട് സൈഡിലും കുറേ കുട്ടിക്കടകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീമോ പീസ ഒക്കെ കഴിക്കാൻ പറ്റും. ഐസ്ക്രീം, കപ്പച്ചിനോ അങ്ങനെയുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ. ഇതാണ് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ട് നടക്കണ ചെറിയ മിനി ബസ്. ഇതിനകത്ത് എല്ലാ ഈ കാണുന്ന എല്ലാ ഫുഡുകളും ഹാംബർഗർ, ഹോട്ട്
ഹോട്ട് ഡോഗ് മുതലുള്ള എല്ലാ ഫുഡുകളും ഇതിനകത്ത് കിട്ടും. ഈ ഫുഡ് സൈഡ് മുഴുവനും ഫുഡ് ട്രക്സുകളുടെ ബഹളമാണ്. കാരണം ഈ പാർക്കിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു ഫുഡ് ട്രക്കാണ്. അവിടെ ഒരു ഫുഡ് ട്രക്ക് 2 ഉണ്ട്. ജ്യൂസ് ഫാക്ടറി വരെയുണ്ട്. അപ്പോൾ അത് ജ്യൂസാ കെട്ടിയാൻ പറയണത്. പുള്ളിക്കാരൻ തന്നെ എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ചിരുന്നു. എന്ത് ജ്യൂസ് അവിടെ ഉള്ളത് നോക്കട്ടെ. ഇതുണ്ട് ജ്യൂസ് ഇവിടെ. പൈനാപ്പിൾസ്, മാംഗോസ്, ബെറിറ്റോ. ഇത് സ്പാനിഷ്. ബെറിറ്റോ ഇത് സ്പാനിഷ് ഫുഡാണ്. ഇത് സ്മൂത്തി ജ്യൂസ്. നല്ല ഫുൾ ട്രക്ക്. എത്ര ഫുഡ് കടയാണെന്ന് അറിയാമോ? ഐസ് ഉണ്ട്. അങ്ങോട്ടായി പോകണം. ആംബുലൻസ് അല്ല, ഫയർ വർക്ക്സ്. സൈക്കിൾ എന്ത് പറയുന്നത്? എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്കിയാൽ വർക്കിനാണ്. ഇവിടെ എല്ലാ അപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. പണ്ടത്തെ ഷിപ്പ് എടുക്കണ സ്ഥലമായിരുന്നു തോന്നുന്നത്. പെപ്സിക്കോയുടെ അഡ്വർടൈസ്മെന്റ് നല്ല ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നടന്ന് ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ കാണാം. ഇത് ബ്രോഡ് വാക്ക് മാതിരിയുള്ള കടലിൻ്റെ സൈഡിലത്തെ തടി നമുക്ക് നടക്കാനുള്ള സെറ്റപ്പിലൊക്കെ ചേർത്താണ്. നടക്കാനും പിള്ളേർക്ക് കളിക്കാനും ബൈക്ക് ഓടിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട്. കുറേ അവിടം വരെ നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അമേരിക്കയിലെ കാഴ്ചകളുമായിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. എവിടെയെങ്കിലും പ്രത്യേകമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടുക. നമ്മൾ ആ സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നതായിരിക്കും. തിരിച്ചു കാണുന്നാലോ? പാട്ട് കേൾക്കുന്നുണ്ട്. കോപ്പറേറ്റ് 8 മണിയുണ്ടോന്ന് സംശയം. അതിനകത്തുനിന്ന് കയറി വരുന്ന വെള്ളം ഇവിടം വരെ വരുന്നുണ്ട്. നമുക്ക് തിരിച്ചങ്ങോട്ട് വിടാം. ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇതുവഴി എവിടെ പോവാ? ഇവിടെ നിന്ന് അങ്ങ് വരെ എത്താൻ പറ്റും. ഇവിടുന്ന് കെട്ടിയോടെ നടക്കണമാണ്. പുള്ളിക്കാരൻ ആഞ്ഞു പിടിച്ചങ്ങോട്ട് നടക്കുകയാണ്. ചരക്ക് കപ്പിലൊക്കെ വരുന്നുണ്ട്. നാട്ടിലത്തെ ബോട്ടുകളൊക്കെ ഉണ്ട്. പറഞ്ഞത് നന്നായി. ഇപ്പൊ കയറി പട്ടത്തിടത്ത് ക്രോസ് ചെയ്തു. ഇവിടുത്തെ അപ്പാർട്ട്മെന്റ് ഉണ്ടാ? എന്ത് ഭംഗിയാണെന്ന് നോക്കി. എത്ര നിലയാന്ന് നോക്കി. എനിക്കിവിടെ താമസിക്കുന്നവരുടെ അസൂയ കേട്ടാ. അവർക്ക് സുഖമായിട്ട്
വാട്ടർ വ്യൂവിങ് ഉണ്ട്, അതിൻ്റെ സൈഡിലിരിക്കാം. പിന്നെ പിള്ളേരെ കൊണ്ട് It's like what? ഏകദേശം 50 ഒന്നുമല്ല, അതിൽ മുകളിലുണ്ട്. ഉണ്ടോ എത്ര നിലയാണെന്ന്? 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 50 ഫ്ലോർ ഉണ്ട്. My God, this is big. 50 അല്ല 100 കാണും. എന്താണെന്നറിയാവോ? ഇല്ല 100 ഒന്നും ആ ഇരിക്കണ ഇത് കണ്ടോ, ആൾക്കാരിരിക്കുന്ന സാധനം കണ്ടോ? ആ ലൈൻ ഇങ്ങോട്ട് നോക്കിക്കേ. മറ്റേ നിൽക്കുന്നത് കണ്ടോ? അതങ്ങോട്ട് അവിടെ ഇല്ല. എണ്ണിയതാണ്ട് ബാരിക്കേഡ്. ഈ ബാരിക്കേഡ് ആണ്, മറ്റേതല്ല. ഇത് എവിടം വരെ ചെന്ന് നിൽക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. എൻ്റെ കെട്ടിയോൻ ഇങ്ങനെ എന്നെ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുക. അങ്ങോട്ട് പിന്നെ പാർക്കാണ്. ഇവിടെ ചാരി ഇരിക്കണമെന്ന് പുള്ളിക്കാരനൊരു മോഹം. എന്നാൽ ചാരി ഇരിക്കുക. വോളിബോൾ. കോളൻ ശക്തിയായിട്ട് അടിക്കുന്നതുകൊണ്ട് മിക്കവാറും ഒരു സർട്ടൊക്കെ അടിക്കേണ്ടി വരും. ഹലോ, നമ്മുടെ കോളിനി അതിന് വിളിച്ചതാ? Yeah. Oh my God. ഈ പൂക്കളാണ് എനിക്ക് അലർജി എന്നൊരു സംശയമുണ്ട്. ഈ പൂക്കൾ തന്നെ കണ്ടമാനം അറ്റാക്കുന്നതാണ് കഴിച്ചു തോന്നുന്നത്. കാരണം നന്നായിട്ട് ബോദർ ചെയ്യുന്നുണ്ട്. ഇതൊരു മിൻ്റ് കേട്ടോ, സൈഡിലൊരു മിൻ്റ്. പക്ഷേ ആ പിങ്ക് ഫ്ലവേഴ്സ് അത് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ പട്ടിക്കുട്ടി ടയേർഡായി. എല്ലാവർക്കും ഒരു പട്ടിക്കുട്ടിയെങ്കിലും മിനിമം ഉണ്ട്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു പട്ടിക്കുട്ടി. ഇതൊക്കെ പണിത് ഇപ്രാവശ്യം കേട്ടോ. 2 വർഷം നല്ല ചേഞ്ചസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ ഇല്ലായിരുന്നു. ഓ, എനിക്കിഷ്ടപ്പെട്ട പട്ടിക്കുട്ടിയാണ് ഷുട്സ്. ഷുട്സ് എന്താ പറ്റി? നിങ്ങൾക്കത് വേണോ പറഞ്ഞോ? അത് വേണോ പറഞ്ഞോ? അത് നിങ്ങളുടെ മൂക്കിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സിക്ക് കുടിക്കും. ഇവിടെ ഇരിക്കണേ.